പ്രണയത്തിൽ ആദ്യം മമ്മൂട്ടിയായിരുന്നു ഡേറ്റ് തന്നത്, പിന്നെ അത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും പറയുന്നത് എങ്ങനെയായിരുന്നു അത് പിന്നീട് മമ്മൂട്ടി ബാക്ക് ഔട്ട് ചെയ്തിരിക്കുന്നത്? ഈ പ്രണയം എന്ന സിനിമ എനിക്ക് തോന്നുന്നു എനിക്ക് കാഴ്ചയ്ക്കും തന്മാത്രയ്ക്കും മുമ്പ് എൻ്റെ മനസ്സിൽ വന്നൊരു ഫ്രെയിമാണ്. ഞാൻ എൻ്റെ എല്ലാ സിനിമകൾക്കും എനിക്ക് ഒരു ഫ്രെയിമാണ് കിട്ടുക. അതെനിക്കെപ്പോഴും തോന്നുന്നത് ഞാൻ ഡിഗ്രി കാലഘട്ടത്തിലാണ് പഠിച്ചു കഴിഞ്ഞാൽ അല്ലെ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണോ എനിക്ക്. എൻ്റെ വീടിന് കുറച്ചങ്ങോട്ട് മാറി ഒരു വിറക് കടയുണ്ട്. വിറക് കടയിൽ 1-2 ചെക്കന്മാരൊക്കെ ഉണ്ട്. അപ്പം അവർ അവിടെ പോവുക, അവിടെ ഇങ്ങനെ പിള്ളേരൊക്കെ ഇങ്ങനെ ഇരുട്ടിക്കുക. അപ്പോൾ അവരുടെ വീട് ഇച്ചിരി താഴോട്ടേക്കാണ്, അവിടെ നിന്ന് സിഗരറ്റ് വലിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഈ കൗമാരത്തിൻ്റെ ചില കാര്യങ്ങളും വർത്തമാനങ്ങളും ഒക്കെ. അപ്പോൾ ഒരു ദിവസം ഞാൻ അവിടുന്ന് പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് നടക്കുമ്പോൾ മഴ പെയ്തപ്പം കുറേ ആൾക്കാരേ ഉള്ളൂ, സന്ധ്യാസമയമാണ്. കുറേ ആൾക്കാർ ഓടുന്നു. ഇങ്ങനെ ഞാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും സംഭവിക്കാത്ത പോലെ ഞാൻ പയ്യെ മഴ നനഞ്ഞ് തന്നെ ഇങ്ങനെ നടന്നു. കുറേ ആൾക്കാർ എന്നെ നോക്കുന്നുണ്ട്. കാരണം ഈ കുട്ടി എന്നെ അറിയുന്നവരെല്ലാവരും ഇവനെന്താ ഇങ്ങനെ നമ്മൾ പറയും, അല്ലെങ്കിൽ പണ്ടൊക്കെ ആണെങ്കിൽ പറയും കഞ്ചാടിച്ച് കിടക്കാമെന്ന് പറയും. അപ്പോൾ ഇങ്ങനെ ഞാൻ നടന്നപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു. അപ്പോഴാണ് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഒരുത്തൻ കുടയില്ലാതെ നനയുന്നു, മറ്റേ കുട്ടി മുത്തച്ഛൻ്റെ കൂട്ടത്തിൽ ഒരു കുടയത്തിൽ നിന്ന്. അപ്പോൾ ഇവർ ഒരുമിച്ച് ട്രെയിനിൽ കാണുമ്പോൾ ഒരാൾ നനഞ്ഞിരിക്കുന്നു, തൊട്ടടുത്തിരിക്കുന്ന പെൺകുട്ടി നനയാ. അവർ തമ്മിലുണ്ട് ഇങ്ങനെ ആ ഒരു മേൽക്കൂരകളില്ലാത്തൊരു പാലക്കാടൻ റെയിൽവേ സ്റ്റേഷനിലാണ് ആദ്യം നമുക്ക് ഉണ്ടാകുന്നത്. അപ്പം ചോദ്യം ഞാൻ പോയി. അതെ. അപ്പം മമ്മൂക്കാടുത്ത് പിന്നീട് എനിക്ക് തോന്നുന്നു പളുങ്ക് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ കഥ പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളെങ്കിലും. അന്ന് മമ്മൂക്ക പറഞ്ഞു നമുക്കിത് കുറേ കൂടെ കഴിഞ്ഞിട്ട് ചെയ്താൽ മതിയല്ലോ, ഇത് നമുക്ക് പിന്നെ ചെയ്യാമെന്നാണ് പറഞ്ഞത്. പിന്നീടാണ് ഞാൻ പ്രണയത്തിൻ്റെ കഥ പറയുകയും അത് മമ്മൂക്ക താല്പര്യപ്പെടുകയൊക്കെ ചെയ്തു, ഞാൻ സ്ക്രിപ്റ്റ് എഴുതുന്നതിന് മുമ്പ്. അപ്പം ആ സമയത്ത് ഞാൻ ഓർക്കുന്നു എസ്.എൻ. സ്വാമിയും ഷാജി കൈലാസും അവിടെ മമ്മൂക്കയെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം മമ്മൂക്ക പറഞ്ഞു ഞാനൊരു വൃദ്ധനായി അഭിനയിക്കാൻ പോകുന്നു എന്നൊക്കെ അവരുടെ അടുത്ത് പറയുകയൊക്കെ ചെയ്തു. അപ്പം ഞാനത് സ്ക്രിപ്റ്റ് എഴുതി തുടങ്ങിയപ്പോൾ അതിനകത്ത് പല സീക്വൻസുകൾ വന്നു തുടങ്ങിയപ്പോൾ, ചില ഡയലോഗുകൾ വന്നു തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നി മമ്മൂക്കായടുത്തൊന്ന് ചോദിക്കണം, മമ്മൂക്കായ്ക്ക് കംഫർട്ടബിൾ ആകുമോ എന്നുള്ള രീതിയിൽ. ഇല്ല മോഹൻലാൽ അന്നേരം ഇല്ല പിക്ചറിൽ. അനുപം കെയർ ചെയ്ത് ശരിക്കും അച്യുതമേനോൻ. അപ്പം ശരിക്കും അത് ഞാൻ പറഞ്ഞില്ല, ഈ അച്യുതമേനോൻ എന്ന് പറഞ്ഞാൽ എൻ്റെ വല്യച്ഛൻ്റെ പേരും ഒക്കെയാണ്. അപ്പോൾ അതിനകത്ത് അവിടെ പറയുന്നതും ചാലപ്പുറത്തു നിന്നൊക്കെ. അപ്പം അച്യുതമേനോനാണ് ശരിക്കും ആ കഥ രൂപപ്പെടുമ്പം മുഖ്യ കഥാപാത്രം എന്ന് പറയുന്നത്. നമുക്കടുത്ത് കഥ പറയുമ്പോഴും അത് തന്നെയാണ് ഇരുന്നുണ്ടായത്. അപ്പോൾ എഴുതി വന്ന് ഇയാൾ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഷേവ് ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുന്നു, കുറ്റി നരച്ച രോമം, അത് ഇങ്ങനെ ഈ താടി കാണുന്നതാണ് എനിക്ക് വിഷമം എന്നൊക്കെ പറയുന്ന ചില ഡയലോഗുകളൊക്കെ എഴുതിയപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കടുത്തൊന്ന് ഇതൊന്ന് വായിച്ചൊന്ന് കേൾപ്പിച്ചാലോ, അല്ലെങ്കിൽ പിന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടാകണ്ട എന്നുള്ള രീതിയിൽ. പക്ഷെ അത്തരം ക്യാരക്ടേഴ്സ് മേക്കപ്പ് എടുത്ത് ചെയ്യാൻ കുഴപ്പമുണ്ടാവില്ല, ഒരു നരച്ച വിക്കും നരച്ച ഇതൊക്കെ. പക്ഷേ ഒരു റിയലിസ്റ്റിക്കായിട്ട് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം എന്നുള്ളത് കൊണ്ട് തന്നെ. അപ്പം ഞാൻ നമുക്കടുത്ത് പറഞ്ഞിട്ട് ഞാൻ മുഴുവനായിട്ടില്ല, പകുതി കഴിഞ്ഞിട്ടേ ഉള്ളൂ സ്ക്രിപ്റ്റ്, എനിക്കൊന്ന് വായിക്കണം എന്ന് പറഞ്ഞിട്ട്. അതെന്താ ഞാൻ ചെയ്താൽ ശരിയാകത്തില്ല എന്നാണോ എന്ന് നമുക്ക് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതുകൊണ്ടല്ല, ഞാൻ ഈ ക്യാരക്ടർ എങ്ങനെ കൊണ്ടുപോകുന്നതെന്നുള്ളതൊന്നും നമുക്ക് മനസ്സിലാക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പിന്നെ അല്ലെങ്കിൽ നമ്മൾ വഴക്കുണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പം വേണുചേട്ടൻ മരിച്ച ദിവസം, വേണുചേട്ടൻ്റെ കൂടെ ഞാനൊരു 5-6 സിനിമ വർക്ക് ചെയ്തു. അപ്പം നമുക്ക് എറണാകുളത്ത് നിന്ന് വരികയും ഞാൻ ആലപ്പുഴ പ്രിൻസ് ഹോട്ടലിൻ്റെ അവിടെ നിന്ന് കയറി ഞങ്ങൾ ഈ യാത്രയിലാണ് ഞാൻ ഈ സ്ക്രിപ്റ്റിൻ്റെ പകുതി വായിക്കുന്നത്. അപ്പം നമുക്ക് വായിച്ചതിന് ശേഷം നമുക്ക് പറഞ്ഞു ഇതൊരു പുതിയൊരാൾ ചെയ്യുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ആ മറുപടി കിട്ടാനായിരുന്നു ഞാൻ ചോദിച്ചതും.
അപ്പം ഞാൻ അതിന് വലിയ ആർഗ്യുമെൻ്റ് ഒന്നും നടത്താതെ തന്നെ എനിക്കത് മനസ്സിലാവുകയും അപ്പം പുതിയ ഒരാൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ പ്രായത്തിൽ ഇത്രയും കഴിവുകളുള്ള പുതിയ ആൾക്കാരെ കണ്ടെത്തുക വലിയ പ്രയാസം. എന്ന് വെച്ചാൽ കഴിവുള്ളവരാണെങ്കിൽ നാടകത്തിലൊക്കെ ആണെങ്കിൽ അവരൊക്കെ അതിന് മുമ്പ് സിനിമാ നടന്മാരോ ഒക്കെ ആണ്. അപ്പം അത് വീണ്ടും ഒരു അനിശ്ചിതത്തിലെത്തിയപ്പോഴാണ് ഞാൻ ശരിക്കും പിന്നെ ഞാൻ പോയത് SP ബാലസുബ്രഹ്മണ്യത്തിൻ്റെ അടുത്താണ്. എനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേളടി കൺമണിയൊക്കെ കണ്ടിട്ട് എനിക്ക് അദ്ദേഹത്തിൻ്റെ അപ്പം ഞാൻ ആ ഹീറോ ക്യാരക്ടറിനെ അങ്ങനെയൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു ഗ്ലാമറൊന്നും ഇല്ലെന്ന ഭയങ്കര ഫ്രീ ആയിട്ട് അങ്ങനെയൊക്കെ പോകുന്ന ഒരാളെന്നുള്ള രീതിയിലൊക്കെ കണ്ടിട്ടാണ് പെട്ടെന്ന് ഞാൻ രണ്ടാമത്തെ ചോയ്സ് എനിക്ക് അദ്ദേഹമായിരുന്നു. ഇത് രണ്ടും തമ്മിൽ ഭയങ്കര വൈരുദ്ധ്യമുണ്ട്. അതൊക്കെ ഇല്ല, മോഹൻലാലില്ല. അപ്പം ഇല്ല, മാത്യൂസ് അങ്ങനെ ഒരു ഭർത്താവുണ്ട്, ഭർത്താവ് ഒരു വെജിറ്റബിൾ മാതിരി ഒരു അവസ്ഥയിലെന്ന് മാത്രം എഴുത്തിൽ വന്നിട്ടുള്ളൂ. അപ്പം SPB അടുത്ത് സംസാരിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി. എനിക്കൊന്ന് ഞാൻ ഈ കാര്യങ്ങളൊന്നും അദ്ദേഹം മരണപ്പെട്ടപ്പോൾ പോലും ആരോടും പറഞ്ഞിട്ടില്ല. കാരണം എനിക്ക് അങ്ങനൊന്നും ആ സമയം അങ്ങനെ നമുക്ക് പറയുന്നത് എനിക്ക് വലിയൊരു താല്പര്യം തോന്നിയിട്ടില്ല. ഇപ്പം യാദർച്ഛിക പറഞ്ഞപ്പോൾ അപ്പോൾ അദ്ദേഹത്തിനോടൊത്തും സംസാരിച്ചു. അദ്ദേഹം ഭയങ്കരമായിട്ട് കേട്ടു. അദ്ദേഹത്തിന് കഥ ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. കാരണം പ്രണയമാണല്ലോ ഈ പ്രായത്തിൽ. പുള്ളി ഇങ്ങനെ ഒത്തിരി എക്സൈറ്റഡായിട്ട് സംസാരിച്ചു. പക്ഷെ പുള്ളി പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു സട്ടിലായിട്ടുള്ളൊരു അഭിനയം എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെ ഒരു ആക്ടർ അല്ലല്ലോ ഞാൻ. പിന്നെ ഭാഷ ഭയങ്കരമായിട്ടൊരു ഇതുണ്ട്. പിന്നെ താങ്കൾ ഇതിൻ്റെ എന്ന് വെച്ചാൽ ഇങ്ങനെ ഈ പ്രായത്തിലുള്ള 2-3 ആൾക്കാരെ വെച്ചിട്ടൊരു സിനിമ ചെയ്യാനായിട്ട് തയ്യാറാകുമ്പം തന്നെ അത് എത്രത്തോളം ഡീറ്റെയിലിംഗ് ആണെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം എന്തോ അത് പിന്നെ പുള്ളി ആ സമയത്ത് സിംഗപ്പൂരിലും അവിടെ ഇവിടെയൊക്കെ എന്തോ ഷോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു സമയം. അപ്പം അങ്ങനെ അത് മുന്നോട്ട് പോയില്ല അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന്. ആ സമയത്ത് അങ്ങനെ ആരെ എന്ത് എന്നുള്ളത് ഒരു അനിശ്ചിതത്തിൽ സിനിമ തന്നെ എഴുത്തിങ്ങനെ കുറച്ച് അപ്പം ഇത് മുന്നോട്ട് പോകാത്തപ്പം എഴുത്തിന് ഒരു മടുപ്പ്. ആ സമയത്ത് ദുബൈയിൽ ഞാനൊരു യാത്ര ചെയ്യുമ്പോൾ റോഷൻ ആൻഡ്രൂസിൻ്റെ ലാലേട്ടൻ്റെ ഒരു സിനിമ ഇത് കാസിനോവ അവിടെ ഷൂട്ട് ചെയ്യുന്നു. ഒരു ഹെലികോപ്റ്ററും ഒരു ട്രക്കും ഒക്കെ വന്നിട്ട് ഹെലികോപ്റ്ററിൽ ഇത് പുള്ളി ഇത് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു കുറേ ദൂരെ ഒരു സ്ഥലത്താണ്. ഞാനും എൻ്റെ ഫ്രണ്ട് ബിജുവും കൂടെ അവിടെ പോയി. ഇവരെ കാണുകയെന്ന് മാത്രം ഉദ്ദേശിച്ചുള്ളൂ. ഈ ഷൂട്ടിനെ കാണുക റോഷൻ നമ്മുടെ ഒരു അടുത്ത സുഹൃത്ത്. അപ്പോൾ അവിടെ ചെന്ന് കുറേ വലിയ സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് ഗ്യാപ്പ്. അപ്പം എൻ്റെ അടുത്ത് ലാലേട്ടൻ ചോദിച്ചു, മോനെ എന്താ പരിപാടി? ഞാൻ പറഞ്ഞൊന്നുമില്ല, നമ്മളൊരു പരിപാടി ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, എന്നൊക്കെ എന്താണ് കഥ എന്നൊക്കെ വെച്ചു. ഞാൻ ഇങ്ങനെ ചെറിയ രീതി വണ്ടിക്കതിന്. അപ്പം അങ്ങനെ അപ്പോൾ ഈ അച്യുതമേനോൻ്റെ ഒരു വിഷയം മമ്മൂക്ക ചെയ്യുമ്പോഴും ഉണ്ടായിരുന്നു. മമ്മൂക്കായിലേക്ക് പിന്നെ നമ്മളത് ഫോഴ്സ് ആകാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈയിടെ ഒരു യൗവന കാലഘട്ടം വേണം. അപ്പം മമ്മൂക്കായെ പോലെ ലാലേട്ടനെ പോലെ ഒരാളുടെ യൗവന കാലഘട്ടം വേറൊരാൾ ചെയ്യുന്നു എന്ന് പറയുന്നത് മാച്ചാകത്തില്ല. എന്നുവെച്ചാൽ ഇവരുടെ കല്യാണം കഴിക്കുന്ന പ്രായം ഇപ്പം ഇവരെ കൊണ്ട് തന്നെ ചെയ്യിക്കാനും പറ്റത്തില്ല. അതൊരു വലിയൊരു ടെക്നിക്കൽ ഇഷ്യൂ ആയിരുന്നു നമുക്കടുത്ത് പറയുമ്പം പോലും. പക്ഷേ തുടക്കത്തിൽ അത്ര വിചാരിച്ചില്ല. എഴുതി വരുമ്പോഴാണല്ലോ അങ്ങനെ ആ പ്രായത്തിലാണ് ആൾ വേണ്ടിയത്. അപ്പം ഇതേ കാര്യങ്ങളപ്പോൾ ലാലേട്ടനും അതൊരു വലിയൊരു ഇഷ്യൂ ആണല്ലോ എന്നൊക്കെ പറയും. പിന്നെ അത് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഊണൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വന്നപ്പോൾ കഥയെല്ലാം കേട്ട് അപ്പോൾ ഊണെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, മാത്യൂസിനെ ഞാൻ ചെയ്യട്ടെ എന്ന് ചോദിച്ചു. എനിക്ക് ഭയങ്കര ഞാൻ ഒട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്യൂസ് ഇങ്ങനെ വീൽ ചെയറിലിരിക്കുന്ന വലിയ പ്രസക്തമല്ലാത്തൊരു കഥാപാത്രം മോഹൻലാൽ എന്ന് പറയുന്ന അന്ന് കാസന പോലെ ചെയ്യുന്ന ഒരു പടം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളോട് ഞാനൊരിക്കലും ചോദിക്കാൻ പാടില്ലാത്തൊരു കാര്യം. പക്ഷെ പുള്ളി എന്നോട് ചോദിച്ചു, ഞാനത് ചെയ്യട്ടെ, ഞാൻ അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ഭയങ്കര എനർജിയായി. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു ഫിലോസഫി പ്രൊഫസറാണ്. അപ്പം നമ്മൾ സംസാരിച്ച് എനിക്കൊന്ന് മറ്റേ ഇദ്ദേഹത്തിൻ്റെ ഐ ആം എ ഡ്രൈവർ എന്ന് പറയുന്ന ആ പാട്ട് എൻ്റെ അടുത്ത് അതിൻ്റെ പേര് മറന്നുപോയല്ലോ, സിംഗറുടെ
ആ പാട്ട് ആ റെഫറൻസ് എനിക്ക് തന്ന ലാലേട്ടനാണ്. അപ്പം നമ്മളവിടെ വെച്ച് സംസാരിച്ചു. ലാലേട്ടൻ ആണ് ഈ ബോർഡിലുണ്ടാകുന്നു എന്ന് അറിയുമ്പോൾ തൊട്ടാണ് മാത്യൂസ് വലുതായി വരുന്നത്. മാത്യൂസിൻ്റെ സാധ്യതകൾ ഭയങ്കരമായിട്ടുണ്ടായി. അങ്ങനെ അറിയാതെ വഴിയിൽ നിന്ന് കയറിയ ഒരാളാണ് മാത്യൂസ്. പിന്നീട് പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ സംസാരിക്കാനും ഒക്കെ ഒരാളോടുണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ആര് ചെയ്യും, ഇന്നാറ്റ് ആര് ചെയ്യും എന്നുള്ളതിൽ എനിക്ക് തോന്നുന്നു അവിടുത്തെ ആ ദിവസം തന്നെ കുറേ കാര്യങ്ങൾ രൂപപ്പെട്ടു. അപ്പോഴാണ് ഞാനിപ്പോൾ ഈ പിന്നീട് കുറേ ഇതിലാണ് അനുപം ഖേറിൽ. അപ്പോൾ അനുപം ഖേർ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചെറുപ്പം നമുക്കറിയാത്തത് കൊണ്ട് ഏകദേശം രൂപമുള്ള ഒരാൾ ചെയ്തപ്പോൾ നമുക്ക് പ്രശ്നമില്ല. പിന്നെ എക്സ്പാൻഡ് ചെയ്തത് മോഹൻലാൽ വന്നപ്പോൾ അതിൻ്റെ ഒരു സാധ്യത എപ്പോഴും അങ്ങനെയാണല്ലോ. നമ്മൾ അതിന് കൂടുതൽ സാധ്യത നമുക്ക് ഉണ്ടായി എന്നുള്ളതാണ്. കഥയിൽ അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെങ്കിൽ പ്രണയം എന്ന് പറയുന്ന സിനിമ അതിലൊരു ട്രയാങ്കിൾ ലവ് സ്റ്റോറിയാണല്ലോ. പൊതുവെ അങ്ങനെ ഒരു ട്രയാങ്കിൾ ലവ് സ്റ്റോറി വരുമ്പോൾ രണ്ടുപേര് തമ്മിൽ ഒരു അടുപ്പം ഉണ്ടാവുകയും മറ്റേ ആൾ കുറച്ച് നെഗറ്റീവായിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ അടുത്തിടെയാണ് പിന്നെ ഫ്രീ ഓഫീസ് പോലെയുള്ള സിനിമകളൊക്കെ വരുന്നത്. അപ്പം അങ്ങനെ ഒരു അതിൻ്റെ പ്രണയത്തിലൊരു വേറൊരു തരം എസ്തെറ്റിക്സ് ആണല്ലോ. അങ്ങനെ ഒരു ഐഡിയയിലേക്ക് എങ്ങനെയാണ് ഈ നമ്മുടെ പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമ്മുടെയൊക്കെ ധാരണ ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുണ്ടാകുന്ന മാനസികമായ ശാരീരികമായ ഒരു ബന്ധം സ്ഥാപിക്കൽ എന്ന് മാത്രമാണ് കരുതുന്നത്. പക്ഷെ ഞാൻ കരുതുന്നത് അങ്ങനെയല്ല. ഞാൻ നേരത്തെ ഇപ്പം ഞാൻ എന്തുകൊണ്ട് ഒരു ക്രിസ്ത്യനായി അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ എന്നുള്ള രീതിയിൽ ഞാനതിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം സ്നേഹമാണെന്നാണ് ഞാൻ പഠിക്കുന്നത്. എനിക്കതിനൊരു രൂപമൊന്നുമില്ല. ഞാനിപ്പം നിങ്ങളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചെറിയ രീതിയിലെങ്കിലും ഒരു ഒരു അടുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിൽ എൻ്റെ സംസാര രീതികൾക്കോ സ്നേഹത്തിനോ ഇതൊക്കെ ആ സ്നേഹത്തിൽ കൂടെ വരുന്നതാണ്. ഇതെല്ലാം സ്നേഹത്തിൽ കൂടെ അല്ലേ നമ്മൾ നന്നായിട്ട് ഒരാളെ ചിരിക്കുന്നതും നന്നായിട്ട് ബിഹേവ് ചെയ്യുന്നതും ഒക്കെ മാന്യത പുലർത്തുന്നതും ഒക്കെ ഈ സ്നേഹത്തിൻ്റെ മറ്റു സ്നേഹത്തിന് ഒരുപാട് പ്രണയവും ഒക്കെ സ്നേഹത്തിൻ്റെ ഭാഗമാണ്. അപ്പം ഈ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് സങ്കുചിതമായ ചിന്തകളുണ്ട്. പുരുഷനും സ്ത്രീയും തമ്മിലുള്ളൊരു ബന്ധം മാത്രമാണ് ബന്ധം എന്ന് പറയുന്നത്. ഇപ്പം അല്ലാതെ പറഞ്ഞപ്പോൾ ലെസ്ബിയനാണെന്നോ മറ്റു രീതിയിലൊക്കെ ധരിക്കുന്നത് പോലെയല്ല. പക്ഷെ നമുക്ക് സ്നേഹിക്കാൻ ഇതിനപ്പുറമായിട്ട് കഴിയും. പ്രത്യേകിച്ച് ഒരു ഘട്ടത്തിലാണ് നമുക്ക് ശ്രദ്ധിച്ചാലറിയാം, ജീവിതത്തിൻ്റെ ഏറ്റവും മനോഹരമായ തലങ്ങളിലേക്ക് മനുഷ്യൻ സഞ്ചരിക്കുന്നതെന്ന് പറയുന്നത് ഒരു പ്രായം കഴിയുമ്പോഴാണ്. കാരണം ചില പ്രായത്തിൽ നമുക്കുണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കരിയർ ബിൽഡ് ചെയ്യാനുണ്ടാകും, നമ്മുടെ പാർട്ട്ണറെ നമ്മോടൊപ്പം ജീവിക്കാനുണ്ടാകും, മക്കളെ വളർത്താനുണ്ടാകും, മക്കളുണ്ടാകാനുണ്ടാകും. പക്ഷേ ഇവിടെയൊക്കെ നമ്മളെന്ന് പറയുന്നത് മാത്രമായിട്ട് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. ഈ 3 പേർ തമ്മിലുള്ള ഒരു റിലേഷനിൽ പങ്കുവയ്ക്കപ്പെടാനായിട്ട് പറ്റാത്തതായിട്ട് എന്താണുള്ളത്? അപ്പം മാത്യൂസ് ചോദിക്കുന്നുണ്ട്, മാത്യൂസിൻ്റെ അടുത്ത് ഗ്രേസ് ചോദിക്കുമ്പം എന്നേക്കാൾ വലിയൊരു സ്നേഹം ഉണ്ടായെങ്കിലല്ലേ ഞാൻ ഭയക്കൊണ്ടു. അപ്പം ഒരാൾക്കൊരാളോടുള്ള സ്നേഹത്തിനെക്കുറിച്ചുണ്ടാകുന്ന ധാരണയുടെ കുറവുണ്ട്. അപ്പോൾ നമുക്ക് തന്നെ അറിയാം, വളരെ പൊസസീവായിട്ട് നമ്മുടെ ഒരു സുഹൃത്ത് വേറൊരാളോട്ട് കൂടുതൽ ഇടപെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം നമുക്ക് ഉണ്ടാകുന്ന ചില കുഴപ്പങ്ങൾ. ഇവൻ മക്കൾ പോലും ചിലപ്പം അമ്മയോടാണ് കൂടുതൽ വർത്തമാനം പറയുന്നത്, അല്ലെങ്കിൽ അച്ഛനോടാണ് കൂടുതൽ ഇത് ചെയ്യുന്നതുമ്പോൾ ഉണ്ടാകുന്ന പൊസസീവ്. അപ്പം അതല്ലാത്തൊരു ധാരണ ഉണ്ടാവണം. കാരണം അതുകൊണ്ട് തന്നെയാണ് അവസാനം ഗ്രേസ് പോയി കഴിഞ്ഞപ്പോഴും അച്യുതമേനോനും മാത്യൂസും തമ്മിൽ ഉണ്ടാകുന്ന ഒരു റിലേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ എനിക്ക് അറിയത്തില്ല, എനിക്ക് എൻ്റെ പ്രണയം എന്ന് പറയുന്നത് നമുക്ക് എല്ലാത്തിനോടും ഉണ്ടാവണം എന്നുള്ളതാണ്. കൂടുതൽ നമുക്ക് നമ്മുടെ ഓപ്പോസിറ്റ് സെക്സിനോടായിരിക്കും കൂടുതൽ പങ്കുവയ്ക്കലുണ്ടാവുക. അതിന് ഒരു നമ്മുടെ ബയോളജിക്കലായിട്ടുള്ള രീതിയിലോ നമ്മുടെ പാരമ്പര്യത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന ചില വ്യവസ്ഥകളോ ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം.
പക്ഷേ എനിക്ക് തോന്നുന്നു പുതിയ തലമുറയിലേക്കൊക്കെ ഈ മാറ്റം വലുതായിട്ട് വരും എന്നാണ് വിചാരിക്കുന്നത്.